ഡോക്ടർ തന്നെ പറഞ്ഞു സ്ട്രെസ്, ഉറക്കമില്ലായ്മ. സ്ട്രെസ് അതാണ് നമ്മുടെ, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാത്തത്, ഇതൊക്കെ ഇതിന്റെ റീസൺ ആണ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് സ്ട്രെസ്സും പിന്നെ ഒന്ന് ഉറക്കമില്ലായ്മയാണ്. ഐ തിങ്ക് അതിൽ സ്ട്രെസ് എന്ന് തുടങ്ങാം. സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ കണ്ടുവാനം ഉണ്ടാവും. ഈ പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടല്ലോ. ജോബ് സ്ട്രെസ് ഉണ്ട്, ഫാമിലി സ്ട്രെസ് ഉണ്ട്, ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ട്, അല്ലാതെ പബ്ലിക് ഫ്രണ്ട്സിൻ്റെ രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. സാധാരണഗതിയിൽ ഒരു ആവറേജ് പേഴ്സണ് ഒരു സ്ട്രെസ് താങ്ങാൻ പറ്റും. ബാക്കി 3-4 സ്ഥലത്തുനിന്ന് സപ്പോർട്ടുണ്ടെങ്കിൽ. പല സമയത്ത് ആളുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഈ ഒരു സ്ട്രെസ്സല്ല, ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ സ്ട്രെസ്സ് പിടിക്കുമ്പോഴാണ് ആൾക്കാർ തകർന്നു പോണത്, പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇവർ ഈ എന്തെങ്കിലും ഡ്രഗ്സിനകത്തേക്ക് പോവുക, അല്ലെങ്കിൽ ആൽക്കഹോളിനകത്തേക്ക് പോവുക, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഗതികളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് അന്നേരം അവർക്ക് ഓപ്പണായിട്ട് ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാരോ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ, നമുക്കൊരു കമ്പനി ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ, ഇല്ലാത്ത അങ്ങനെ ഒരുപാട് സ്ഥിതിവിശേഷങ്ങൾ. ചില ആളുകൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരല്ല, ചിലർക്ക് ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പകുതി ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോകും. പക്ഷേ പല സമയത്തും അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏതെങ്കിലും രീതിയിൽ പറ്റിക്കപ്പെട്ട്, ഉദാഹരണമായിട്ട് ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും പറ്റിക്കപ്പെടുകയോ, പല സമയത്ത് പറ്റിക്കപ്പെടണമെന്നല്ല, അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടോ ഒക്കെ വരുന്ന സംഗതികളായിരിക്കും പല സമയത്തും. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഇവരുടെ കൺട്രോൾ വിട്ടു പോകും, ട്രാക്ക് പാളം തെറ്റിപ്പോകുക എന്ന് പറയുന്നത് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഒന്നുകിൽ അവർക്കൊരു ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം വരികയോ, അല്ലെങ്കിൽ അവർക്ക് സൂയിസൈഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഡ്രഗ്സ് അങ്ങനെയൊക്കെ അടിമപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. മനസ്സിന് വിഷമം വരുമ്പോൾ കൂടുതലും, അതായത് ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രശ്നം വരുന്ന ആളുകൾക്ക്, ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ ഇപ്പൊ കാർഡിയോളജിക് പ്രശ്നമുള്ള ആളുകളെ നമ്മൾ ഒരു മരണ വീട്ടിൽ കൊണ്ടുപോകില്ല. കാരണം അവരുടെ മനസ്സ് വിഷമിക്കും, അവർക്ക് വയ്യാണ്ടാവും എന്ന് പറയും. അതിന്റെ ഒരു ടെക്നിക്കൽ ഇതെന്താണ്? കാരണം മനസ്സിന് വിഷമം വരുമ്പോൾ ഹാർട്ടിന് ബുദ്ധിമുട്ട് വരിക, ചിലർക്ക് മനസ്സിന് ഓവർ വിഷമം വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഒരു ദിവസം, എല്ലാ ദിവസവും പത്രം വായിച്ചു നോക്കിയാൽ രണ്ടാമത്തെ ദിവസം പത്രത്തിലുണ്ടല്ലോ, മനസ്സ് ഇന്ന വാർത്ത കേട്ടിട്ട് ആൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞ്. കാരണം ആ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബോഡിയിലെ പ്രഷർ കണ്ടുപോകാൻ അങ്ങോട്ട് കൂടും. അങ്ങനെ ആ ഒരു സ്ട്രെസ് വരുമ്പോഴത്തേക്ക് ആ പ്രഷർ, ആ ഹാർട്ടിനത് താങ്ങാൻ പറ്റാണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഹാർട്ട് പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെയാണ് ഈ ആളുകളുടെ കൂടെ ഈ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന്, ഈ വാർത്ത കേട്ടിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു, ഹൈ ബ്ലഡ് പ്രഷറിലേക്ക് പോകുന്നതാണ്, ഭർത്താവ് മരിച്ച അതേ ദിവസം തന്നെ ഭാര്യ മരിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വായിക്കുന്നതിൻ്റെ റീസൺ അതാണ്. കാരണം അവർക്കൊക്കെ ഹാർട്ടിൻ്റെ പ്രോബ്ലം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഒരു ട്രിഗർ ഒന്ന് തള്ളാനായിട്ടൊന്ന് ബാലൻസ് പോകാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഒരു ഇവൻറ്റ് വരാനായിട്ട്. അപ്പോഴത്തേക്ക് വരുമ്പോൾ തന്നെ അത് പെട്ടെന്ന് സംഭവം. പിന്നെ ഈ സ്ട്രെസ്സ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഉള്ള ആ ഒരു ട്രെയിനിങ് ഇല്ല. അപ്പോൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പോലും കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല, കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള ടെൻഷൻ കൊടുക്കാൻ പാടില്ല, കൊച്ചു പിള്ളേരെ അവർക്ക് ബാഗ് ചുമന്നുകൊണ്ട് പോകരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പത്രത്തിൽ വലിയ ആളുകൾ എഴുതണാണ്. കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ബാഗ് ചുമന്നുകൊണ്ട് തന്നെ വേണം സ്കൂളിൽ വിടാനായിട്ട്, എന്നാലേ അവർക്ക് മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ അവർക്ക് ഈ പുസ്തകക്കെട്ടിൻ്റെ ഭാരം അവരുടെ നടു വളഞ്ഞു പോവും. ഇങ്ങനെയൊക്കെ പറയാൻ കുറേ ആൾക്കാരുണ്ട്. ആളുകളെ ശരിക്കും, കുട്ടികളെ ശരിക്കും നല്ല ടഫായിട്ട് തന്നെ വളർത്തണം. അവരെ വെയിറ്റ് ആയിട്ട് പുസ്തകമായിട്ട് തൂക്കിക്കൊണ്ട് തന്നെ വേണം അവർ പോകാനായിട്ട്. അപ്പോൾ അപ്പോഴാണ് ആ ടഫ്നെസ് വരുള്ളൂ. അല്ലാതെ ഈ ഒന്നിലും ചെയ്യിക്കാതെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ തളർന്നു വന്ന് കിടക്കുമല്ലേ, അവൻ ടെൻഷൻ അടിച്ച് കിടക്കില്ല, അവനെ കൊണ്ടൊന്നും ചെയ്യിക്കരുത്. അപ്പോൾ വീട്ടിൽ ഒരു കാര്യത്തിനുള്ള ഉത്തരവാദിത്വം കൊടുക്കില്ല, വീട്ടിൽ ഒരു കാര്യം അവൻ അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള സ്ട്രെസ് ട്രെയിനിങ്ങോ ഒന്നും ഉണ്ടാവില്ല. ഒരു രീതിയിലുള്ള കളിയാക്കലുകളൊന്നും താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇച്ചിരി പ്രായമായി കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് പോലും സൂയിസൈഡ് എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിക്ക് സ്കൂളിലുണ്ടായ ഒരു സ്ട്രെസ്സ് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റി കാണില്ല പലപ്പോഴും ചില സമയത്തും. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു സ്കൂളുകാരോ അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹം തന്നെ മൊത്തം അതിന് ഉത്തരവാദിയാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം. ഒരു പാലക്കാടുള്ള ഒരു കൊച്ച് സാറിനെ ചീത്ത പറയുന്ന ഒരു വീഡിയോ നമ്മളിത് എല്ലാവരും കണ്ടു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാനേ പോലും പറ്റില്ല, സ്വപ്നം പോലും കാണാൻ പറ്റില്ലാത്ത സംഗതിയാണ്. അത്രയ്ക്കും നിൽക്കാൻ പറ്റില്ല നമുക്ക്. അതെ, അതുപോലെ അപ്പോൾ ആ ഒരു സീനിയർ റെസ്പെക്റ്റ്, അങ്ങനെയുള്ള ആ ഒരു അച്ചടക്കം എന്നുള്ള ആ ഒരു രീതി ഇല്ലെങ്കിൽ കുട്ടികൾ അവരുടെ ഈ വണ്ടി ബ്രേക്ക് ഇല്ലാതെ പോകുന്നൊരു വണ്ടി പോലെ ആയിപ്പോൾ അവരുടെ ലൈഫ്.
കുറേ നാളത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ നല്ല സ്പീഡിലൊക്കെ ഓടിന്നിരിക്കും, പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്ക് ഡൗൺ ആവാൻ നല്ല ചാൻസ് ആണ്. ഈ സ്ട്രെസ്സിനെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഹാൻഡിൽ ചെയ്ത് ശീലിച്ചാലേ വലുതാവുമ്പോഴും നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രെസ് ഇല്ലാത്ത ഒരു ലൈഫില്ല. ഇല്ല. എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ സ്ട്രെസ്സും പ്രശ്നം ആയതുകൊണ്ട് ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ എന്തെല്ലാം സ്ട്രെസ് ഉണ്ട്. അതെ, സത്യം. എല്ലാ ദിവസവും ആരെങ്കിലും ഒരാളെ ഒന്ന് തല്ലണമെന്നോ അല്ലെങ്കിൽ ഒരാളെങ്കിലും കൊല്ലണമെന്നോ എന്തെങ്കിലും മനസ്സുകൊണ്ട് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല, എപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യണില്ല, കാരണം നമുക്ക് നമ്മളെ തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ബ്രേക്ക് ചെയ്യാനുള്ള കഴിവില്ലാണ്ടായി പോകും. അങ്ങനെ അന്നേരമാണ് ഇങ്ങനത്തെ സ്ട്രെസ് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേക്ക് മാറിപ്പോകുന്നത്. ഓക്കെ.